ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 15 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഹെയർ പാക്ക് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ നമ്മുടെ മുടിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഇപ്പോൾ മുടി പൊട്ടിപ്പോവുക, മുടി ഇങ്ങനെ എന്താ പറയുക തിന്നായിട്ടിരിക്കുക, അങ്ങനത്തെ പ്രശ്നമൊക്കെ പറയുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നും നമുക്ക് ആദ്യം എണ്ണ തേച്ചുകൊണ്ട് തന്നെ തുടങ്ങാം കേട്ടോ. നമ്മൾ പാക്ക് ഇടുന്ന എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഓയിൽ തേക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ അത്യാവശ്യം എന്താ പറയുക നമ്മൾ പറയുന്ന ആ ഒരു അളവിൽ കേട്ടോ, ഒരുപാട് ഓയിൽ ആവരുത്. എങ്കിലും ഇന്ന് പ്രോട്ടീൻ പാക്ക് ആണ്, അത്യാവശ്യം ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഡ്രൈ ഹെയറൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഓയിൽ തേക്കുക, അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കഞ്ഞിവെള്ളം താളിയാണ് തേച്ചിട്ടുണ്ടായത്, ഞാൻ ഓയിൽ കുറഞ്ഞ അളവിലാണ് തേച്ചത്. അതുകൊണ്ട് എൻ്റെ മുടി അത്യാവശ്യം ഒരു ഡ്രൈനെസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, ഏതെങ്കിലും പാക്കൊക്കെ തേച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മുടി ഒരുപാട് ഡ്രൈ ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് അടുത്ത പാക്ക് തേക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. മുടി പൊട്ടിപ്പോകുന്ന അളവിൽ ഡ്രൈനെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളുടെ മുടിയുടെ ആ ഒരു അപ്പത്തെ ടെക്സ്ചർ നോക്കിയിട്ട് നിങ്ങൾ ഓയിൽ തേച്ചാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം കുറഞ്ഞ അളവിൽ ഓയിൽ തേച്ചുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അത്യാവശ്യം ഓയിൽ തേക്കുന്നുണ്ട്, ഞാൻ കുറച്ചും കൂടി ഓയിൽ എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രോട്ടീൻ പാക്ക് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഈ പ്രോട്ടീൻ പാക്ക് അല്ലെങ്കിൽ കെരാറ്റിൻ പാക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു പാക്ക്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രോട്ടീൻ പാക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ്. ഞാൻ ഓയിൽ അത്യാവശ്യം തേച്ച് കൊടുക്കട്ടെ. അപ്പം ഞാനിത് ഓയിലൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വേഗം പോയിട്ട് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോട്ടീൻ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. ഞാനിത് അവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, മുട്ടയുടെ വെള്ള മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. മുട്ടയുടെ മഞ്ഞ മുടിയിലേക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്, പക്ഷെ നമ്മൾ ഉപയോഗിക്കാത്തത് അതിൻ്റെ സ്മെല്ല് കാരണമാണ് കേട്ടോ. മുട്ടയുടെ മഞ്ഞ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്മെല്ലുണ്ടാവും. വെള്ള മാത്രമാണെങ്കിൽ അങ്ങനെ വലിയ രീതിയിലുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മുട്ട മുടിയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ 2 മുട്ട എടുക്കുക, അതിൻ്റെ വെള്ള മാത്രം എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 സ്പൂൺ അളവിൽ തൈര് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട അത്യാവശ്യം മുടിക്കും സ്കാൽപ്പിനൊക്കെ ഡ്രൈനെസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ തൈര് ചേർക്കുകയാണെങ്കിൽ ആ ഒരു ഡ്രൈനെസ് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല തൈര് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ തൈര് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തൈര് എന്തെങ്കിലും മുടിക്ക് പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് നമ്മൾ ഇങ്ങനെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് മിക്സ് ആവില്ല. ഇങ്ങനെ ഇത് കണ്ടോ, തൈര് ഇങ്ങനെ കട്ട പോലെ ഉണ്ടാവും. അപ്പോൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിതായത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ജെല്ല് ഫോം അങ്ങ് പോകും കേട്ടോ. കുറച്ച് വെള്ളം പോലെയാണ് കിട്ടുക, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അടിച്ചെടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും തന്നെ സ്മെല്ല് ഉണ്ടാവില്ല, മുട്ടയുടെ ഒരു ഇച്ചിരി ഒരു സ്മെല്ല് ഉണ്ടാവില്ല, അതുപോലും ഉണ്ടാവില്ല കേട്ടോ. നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാക്ക് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മുടിയിൽ ഓയിലൊക്കെ തേച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ പാക്ക് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും കുറച്ച് ഓയിൽ തേക്കണം കേട്ടോ. നമ്മളിപ്പോൾ പാക്കിൽ തൈര് ചേർത്തിട്ടുണ്ട്, തൈര് അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് എങ്കിലും മുട്ടയ്ക്ക് അറിയാലോ അത്യാവശ്യം നല്ല ഡ്രൈനെസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ നോക്കിയിട്ട് നിങ്ങൾ മുടിയിൽ ഓയിൽ തേച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നുകൊണ്ട് തേക്കുകയാണ് കേട്ടോ, എന്തായാലും മേത്തൊക്കെ ആവും. അപ്പോൾ സ്കാൽപ്പിലാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് തേച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ തന്നെ നമ്മൾ തേക്കണം. മുടിയിൽ തേക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, സ്കാൽപ്പിൽ തേച്ചാൽ മതി. നമുക്ക് ഹെയർ ഗ്രോത്ത് അല്ല വേണ്ടത്, അപ്പോൾ സ്കാൽപ്പിൽ തേച്ച് കൊടുത്താൽ മതി. പാക്കിൻ്റെ അളവും കുറവായിരിക്കും. പിന്നെ പാക്ക് ഉണ്ടെങ്കിൽ തേക്കാം കേട്ടോ, കൂടുതലായിട്ട് പാക്ക് തയ്യാറാക്കിയത് ഉണ്ടെങ്കിൽ മുടിയിലേക്ക് തേക്കാൻ നല്ലതാണ്. ഞാനിപ്പോൾ സ്കാൽപ്പിൽ മാത്രമാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ പാക്ക് നമുക്കിപ്പോൾ താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ, നമ്മുടെ മുടി തിന്നാവുന്ന ഒരു അവസ്ഥയില്ലേ, അത് മാറ്റിയിട്ട് മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ മുടി മുമ്പോട്ടേക്ക് ഇട്ടിട്ട് തേക്കണേ അങ്ങനെ തേക്കാം. എങ്ങനെ തേച്ചാലും സ്കാൽപ്പിൽ നന്നായിട്ട് നിങ്ങൾ തേച്ച് പിടിപ്പിക്കുക.
പിന്നെ നമ്മൾ ഫ്രണ്ടിൽ മാത്രം തേച്ചാൽ പോരാട്ടോ, സ്കാൽപ്പിൽ എല്ലായിടത്തും എന്ന് പറയുമ്പോൾ ബാക്ക് വശം ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കണം. പിന്നെ ഈ ഒരു പാക്ക് നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറ്റാൻ ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിയൊക്കെ ഒരു ബൗൺസി ഫീൽ കിട്ടാനായിട്ട് നന്നായിട്ട് സഹായിക്കും. നിങ്ങൾക്ക് അറിയാം, നമ്മൾ മുട്ട ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു മുടിക്ക് ആ ഒരു നല്ലൊരു ഫീൽ കിട്ടും കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ കിട്ടുന്ന ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോട്ടീൻ പാക്കുകൾ നമ്മൾ ആഴ്ചയിൽ ഒരു തവണയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി കേട്ടോ, എന്നാൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ പാക്ക് നന്നായിട്ട് മുടിയിലൊക്കെ തേച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെച്ചിട്ട് കഴുകുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. കഴുകുന്ന സമയത്ത് വേറെ ഷാമ്പുവോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകിയെടുത്താൽ മതി. അപ്പം ഞാനിതാ പാക്ക് തേച്ചിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുടി കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ലൂസ് ആക്കിയിട്ട് ഞാൻ കെട്ടി വെച്ചാൽ മതി. പിന്നെ എങ്ങനെയാണ് കഴുകേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ തേച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു മസാജിങ് കൊടുത്താൽ മതി കേട്ടോ. മസാജിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാക്ക് എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടി മാത്രമാണ്, എന്നിട്ട് കെട്ടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കഴുകുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലും മുടിക്കൊരു ഡ്രൈനസോ കാര്യങ്ങളോ തോന്നുകയാണ്, നമ്മളിപ്പോൾ ഓയിലൊക്കെ കുറഞ്ഞ അളവിലാണ് തേച്ചിട്ടുള്ളതെങ്കിൽ പിന്നെ കുറഞ്ഞ അളവിൽ കുറച്ചും കൂടി ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ സെറം തേക്കുന്നുണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 15ാമത്തെ ദിവസം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മുടിയിൽ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 16ാമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. ഹെയർ പാക്കുകളും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാട്ട് വെറുതെ വെള്ളത്തിൽ നിങ്ങൾ മുടി കഴുകിയാൽ മതി. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ട്, ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം.